കേശവാനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1973. ഈ കേസിലാണ് ബേസിക് സ്ട്രക്ചർ ഡോക്ടർ ഒരു കംപ്ലീറ്റ് ഇമേജ് കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞു. 13 ജഡ്ജസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ആൻഡ് ബൈ മെജോറിറ്റി ഓഫ് 7:6 it was held that Parliament can amend any part of the Constitution including the fundamental right without infringing the basic structure of the Constitution. പാർലമെന്റിന് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ഭാഗം വേണമെങ്കിലും അമെൻഡ് ചെയ്യാം, ഇൻക്ലൂഡിംഗ് ദ ഫണ്ടമെന്റൽ റൈറ്റ്. പക്ഷേ ബേസിക് സ്ട്രക്ചറിന് ഒരു കോട്ടവും സംഭവിക്കാനായിട്ട് പാടില്ല. ഓക്കെ. കൂടാതെ എന്തൊക്കെ നമുക്ക് ബേസിക് സ്ട്രക്ചറായിട്ട് കാണാം എന്നുള്ളതിന് ഒരു ലിസ്റ്റ് തന്നെ കോടതിയിനകത്ത് തന്നിട്ടുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ സുപ്രീമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് ഫോം ഓഫ് ദ ഗവൺമെന്റ്, യൂണിറ്റി ആൻഡ് സോവറിനിറ്റി ഓഫ് ഇന്ത്യ, ഫെഡറൽ ക്യാരക്ടേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. ഇതല്ലാതെ വേറെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ലേറ്റർ വന്ന കേസിന് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദ കേശവാനന്ദ ഭാരതീസ് കേസ് പിന്നെ വന്ന കേസാണ് 1975 ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ്നായർ. ഇതിൻ്റെ അകത്ത് സുപ്രീം കോടതി ഈ ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ അപ്ലൈ ചെയ്യുകയും 39th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് വഴി ആഡ് ചെയ്ത ക്ലോസ് 4 ഓഫ് ആർട്ടിക്കിൾ 329A സ്റ്റക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു. ഈ ക്ലോസ് 4 എന്ന് പറയുന്നത് എലക്ഷൻ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് സ്പീക്കർ വെർ കെപ്റ്റ് ഔട്ട് ഓഫ് ജുഡീഷ്യൽ റിവ്യൂ. ഓക്കെ. ഈ ഒരു ക്ലോസ് എന്താ ചെയ്ത് സ്റ്റക്ക് ഡൗൺ ചെയ്യുകയും ചെയ്തു. ഓക്കെ. And later in 1980 മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഈ കേസിൽ നമുക്ക് എന്താ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിന്റെ ഒരു ഭാഗമാണെന്ന് പറയുകയും ചെയ്തു. ജുഡീഷ്യൽ റിവ്യൂ ഏതൊരു അമെൻമെന്റ് വന്നാലും ഇറ്റ് ഈസ് സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇൻ 1981 വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഇതിൻ്റെ അകത്ത് 9th ഷെഡ്യൂൾ എന്ന് പറയുന്നതിന് 9th ഷെഡ്യൂൾ ഈസ് ഓൾസോ സബ്ജക്ട് ടു ജുഡീഷ്യൽ റിവ്യൂ എന്നാണ് പറഞ്ഞത്. ഈ 9th ഷെഡ്യൂൾ എന്ന് നോക്കുകയാണെങ്കിൽ 9th ഷെഡ്യൂൾ നമുക്ക് സെൻട്രൽ ലോസും സ്റ്റേറ്റ് ലോസും ഉണ്ട്. ഈ 9th ഷെഡ്യൂൾ വെച്ചിരിക്കുന്ന ഈ ലോസിന് നമുക്ക് കോടതിയിൽ ചലഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഈ വാമൻ റാവുവിന്റെ കേസിൽ പറഞ്ഞത് any amendment made to 9th schedule after the Keshavananda Bharati's case is subjected to judicial review. Okay. And later in Indira Soni versus Union of India 1993 റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറയുകയും 1994 SR ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സെക്യുലറിസം ബേസിക് സ്ട്രക്ചറിന്റെ ഭാഗമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ബേസിക് ആയിട്ട് എല്ലാ കേസിന്റെയും ഡീറ്റെയിൽസ് നോക്കിയില്ലെങ്കിലും ഏതൊക്കെ കേസുകളിലാണ് ബേസിക് സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സോ ഇതാണ് ബേസിക് സ്ട്രക്ചറിനെ പറ്റിയിട്ടുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ.